Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe today the Lord is going to do something new, something great in your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയതെന്തോ പുതിയതെന്തോ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. We are going to start a new message series today. അത് മാത്രമല്ല നമ്മളൊരു പുതിയ സന്ദേശ പരമ്പര ഇന്ന് തുടങ്ങാൻ പോകുകയാണ്. God helped us to do a message series on the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സന്ദേശം നിങ്ങളോട് സംസാരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. God also enabled us to do a message series on the fatherhood of God. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പിതൃത്വം അതിനെക്കുറിച്ച് സംസാരിക്കാനും ദൈവം നമ്മളെ ശക്തീകരിച്ചു. And today we're going to start a new message series on the Son of God. ഇന്ന് നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സന്ദേശ പരമ്പരയിലേക്ക് കടക്കാൻ പോവുകയാണ്. We are going to pray for the sponsors first. അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. Yeah. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ആദ്യത്തെ സ്പോൺസർ കൊച്ചിൻ നാമയാണ്. Okay. ഏപ്രിൽ 1 കൊച്ചുമകൻ ഈത്തൻ്റെ ഫസ്റ്റ് ജന്മദിനമായിരുന്നു. Wow. Happy birthday, Ethan. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈത്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, മൂത്ത മകനും തൻ്റെ കുടുംബവും രോഹനും അഞ്ജലിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈത്തന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർക്ക് COVID-19 ഫലമായുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതിരിക്കുവാനും പരിപൂർണ്ണ സൗഖ്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ രക്ഷിക്കപ്പെടുവാനും ദൈവഹിത പ്രകാരമുള്ള വിവാഹം അവന് നടക്കേണ്ടതിന് വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ മലപ്പുറത്ത് നിന്ന് നയനയാണ്. അടുത്ത നമ്മുടെ സ്പോൺസർ. Thank you so much, Nayana. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നയനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തനിക്ക് ജോലി ലഭിക്കുവാൻ, ഭർത്താവ് വിഷ്ണുവിന് ക്രിക്കറ്റിൽ ഭാവി ഉണ്ടാകുവാൻ, കുഞ്ഞുങ്ങളുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് സുനീതയാണ്. Thank you, Sunita. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ തിമിരം സൗഖ്യമാകട്ടെ. മൂത്ത മകന് കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും അതുപോലെ തന്നെ കർത്താവ് വിവാഹം നടക്കുവാനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Amen. Thank you so much, sponsors, once again. ഒരിക്കൽ കൂടെ എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി Let us അറിയിക്കുന്നു. worship the Lord and come back to hear from the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ ഒരു ദിവസം കൂടെ നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്തുതികളുടെ മീതെ വരികയും ആ എല്ലാ ദൈവിക നന്മകളാലും ദൈവ സാന്നിധ്യത്തിൻ്റെ എല്ലാ നന്മകളാലും അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനാകുന്ന ദൈവമേ. ചേർന്ന് പാടാം. വാഴ്ത്തുന്നു ഞാൻ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാം മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാം മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, എൻ യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ, സ്തുതിക്കുന്നു ഞാൻ സ്തുത്യൻ തന്നാഥൻ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുദ്ധം. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുദ്ധം. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്.
ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഓ യേശുനാഥ, ഓ നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ. എന്റെ കോട്ടയും നീ, എന്റെ കോട്ടയും നീ മാത്രമേ. As I told you before, we are going to start a new message series on the Son of God. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളൊരു പുതിയ സന്ദേശ പരമ്പര തുടങ്ങിയാണ് ദൈവപുത്രൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്. My question to you today is, do you want to know Jesus more? ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Do you want to know Jesus in a deeper level? യേശുവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? When Jesus was born, the Magi, the wise men from the east, traveled miles and miles to see Jesus and to get to know him. യേശു കർത്താവ് ജനിച്ച സമയത്ത് കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ അനേകം മൈലുകൾ യാത്ര ചെയ്ത് യേശുവിനെ കാണുവാൻ വേണ്ടി കടന്നു വന്നു. Because their thirst was such that they traveled with all preparations, maybe for many months, to see the Lord Jesus, who was born as a king of the Jewish people. യഹൂദന്മാരുടെ രാജാവായി പിറന്ന ആ ശിശുവിനെ കാണുവാൻ വേണ്ടി അനേകം മാസത്തെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ യാത്ര പുറപ്പെട്ടത്. Knowing Jesus will change a person's perspective and the whole life. ഓർക്കുക, യേശുവിനെ അറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ യേശുവിനെ അറിയുമ്പോൾ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനും അയാളുടെ ജീവിത ലക്ഷ്യത്തിനും മാറ്റമുണ്ടാവുകയാണ്. For example, the Samaritan woman who was not even a Jewish lady, she had a chance to have an encounter with the Lord Jesus in a city called Sychar. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ശമര്യക്കാരി സ്ത്രീ, അവളൊരു യഹൂദ സ്ത്രീ അല്ലാതിരുന്നിട്ട് പോലും യേശുവിനെ കുറിച്ചുള്ള ആ ഒരു കേൾവി, ആ ഒരു അറിവ് അവളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉളവാക്കി. And the more she knew the Lord Jesus, her life started changing, her perspectives started changing. അവൾ എത്രത്തോളമാണോ യേശുവിനെ തിരിച്ചറിഞ്ഞത്, അതിനനുസരിച്ച് അവളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും അവളുടെ ജീവിതമാകമാനം തന്നെ മാറ്റപ്പെട്ടു. First, she understood that he was only an ordinary Jewish person. ആദ്യം അവൾ തിരിച്ചറിഞ്ഞത് ഇദ്ദേഹം ഒരു സാധാരണ യഹൂദൻ എന്ന കാര്യത്തിലായിരുന്നു. Then she understood that he was one of the prophets. അതിനുശേഷമാണ് യേശു ഒരു പ്രവാചകനാണ് എന്ന് പറയുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത്. Then slowly she got to know more about the Lord Jesus. എന്നാൽ മെല്ലെ യേശുവിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അവൾ മനസ്സിലാക്കാൻ തുടങ്ങി. And finally she understood that the Lord Jesus was the Messiah. ഒടുവിൽ അവൾ ഒരു കാര്യം മനസ്സിലാക്കി: ഈ എൻ്റെ മുന്നിലിരിക്കുന്ന യേശു മശിഹയാണ് എന്നുള്ള യാഥാർത്ഥ്യം. And that changed her whole life. അത് അവളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു. Maybe she became the first woman evangelist in history. ഒരു പക്ഷേ ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീ സുവിശേഷക എന്ന പേരിൽ അറിയപ്പെടേണ്ട വ്യക്തി അവളായിരിക്കും. She was from a Samaritan background. അവൾ ഒരു ശമര്യക്കാരുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. And she was leading a very sinful life. അത് മാത്രമല്ല, വളരെ പാപപങ്കിലമായിട്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത്. She was going through നയിച്ചത്. a series of broken relationships. അതുപോലെ തന്നെ തകർക്കപ്പെട്ട കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അവൾ കടന്നു വരുന്നത്. The Bible says she had 5 husbands. ബൈബിൾ പറയുന്ന അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. And she was living with a man who was not at all her husband. ഇപ്പോൾ അവൾ ഒരു മനുഷ്യന്റെ കൂടെ, ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമാണെങ്കിൽ ഭർത്താവല്ലതാനും. In today's language, they were living together. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ ആണ് അവർ. But when Jesus met her and she met Jesus at that well, from that time her life changed. She was frantically running around calling out, I have found the Messiah.
യേശു കർത്താവിനെ അവൾ കണ്ടുമുട്ടിയ, അല്ലെങ്കിൽ അവൾ യേശുവിനെ കണ്ടുമുട്ടിയ ആ കിണറ്റിൻ കരയിൽ വെച്ചുകൊണ്ട് അവളുടെ ജീവിതത്തെ ആകമാനം ഒരു മാറ്റമുണ്ടായി കഴിഞ്ഞപ്പോൾ ഭ്രാന്തമായ ആവേശത്തോടെ ഞാൻ മശിഹായെ കണ്ടു എന്ന് മറ്റുള്ളവരോട് അവൾ സാക്ഷ്യം പറയുകയാണ്. And I believe the same thing with you, with all of us, as we are going to do this message series on the Son of God, this study series, the Word of God, the new revelation, the deeper level understanding of the Son of God will change everything about us. The entire life will be transformed. ഞാൻ വിശ്വസിക്കുന്നു ദൈവപുത്രനെ കുറിച്ചുള്ള ഈ ഒരു സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ആകമാനമുള്ള ഒരു മാറ്റം ദൈവം നൽകാൻ പോകുകയാണ്. I can bring to you another character called Zacchaeus. അടുത്ത ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സക്കായി എന്നുള്ള The കഥാപാത്രം. Bible says he was one of the chief tax collectors. ബൈബിൾ പറയുന്നു അദ്ദേഹം ചുങ്കക്കാരിൽ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. He was an affluent, rich person. അപ്പോൾ തന്നെ വളരെ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. And he wanted to see Jesus. അവനും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. So maybe he was working in his office, tax collector's booth. ഒരു പക്ഷേ അദ്ദേഹം ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന And വ്യക്തിയായി. he heard people saying Jesus was coming that way. എന്നാൽ യേശു ആ വഴിക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്ത മറ്റുള്ളവരിൽ നിന്ന് അവൻ കേട്ടു. He got out of the tax collector's booth and he started to run after the crowd. ഇപ്പോൾ അവൻ ചെയ്തത് ആ ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ ഓടി യേശു വരുന്ന വഴിയരികിലേക്ക് അവൻ The എത്തിച്ചേർന്നു. Bible says he was small in stature. He was very short in stature. ബൈബിൾ പറയുന്നത് അവൻ ശരീരപ്രകൃതി കൊണ്ട് അവൻ വളരെ കുറിയവനായിട്ടുള്ള ഒരു So വ്യക്തിയായിരുന്നു. because of the crowd, he could not see the Lord Jesus at all. ആ ഒരു ജനങ്ങളുടെ പെരുക്കം നിമിത്തമായിട്ട് അവന് ശരിയായ വിധത്തിൽ യേശുവിനെ കാണാൻ And സാധിക്കുന്നില്ലായിരുന്നു. symbolically speaking, the crowd was hindering his view of the Lord Jesus. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങൾ യേശുവിനെ കാണുന്നതിൽ നിന്ന് അവന്റെ കാഴ്ചയെ മറച്ചു കളഞ്ഞിരുന്നു. In other words, the people around us can hinder us from knowing the Lord Jesus more. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർത്താവിനെ കൂടുതലായി അറിയുന്നതിൽ നിന്ന് ജനങ്ങൾ നമ്മെ നമ്മുടെ കാഴ്ചയ്ക്ക് മറവായിട്ട് തീരാം. But he overtook the crowd, the people, and he climbed a sycamore tree, a wild sycamore tree. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയും കൂടി വന്ന പുരുഷാരത്തെയും മറികടന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിലേക്ക് അവൻ കയറി. And the all-knowing Jesus went to that sycamore tree, called Zacchaeus down, and he stayed with Zacchaeus that night. ഓർക്കുക, എന്നാൽ ആ കാട്ടത്തിയുടെ കീഴിൽ യേശു കർത്താവ് വന്നപ്പോൾ കാട്ടത്തിയുടെ മരത്തിന്റെ മുകളിലിരുന്ന സക്കായിയോട് താഴേക്ക് ഇറങ്ങി വരുവാനും അവന്റെ കൂടെ അന്ന് രാത്രി താമസിക്കാനും യേശു കർത്താവ് A few hours he stayed with the Lord Jesus, and transformation started taking place in his personal life. ചില മണിക്കൂറുകൾ മാത്രം അവൻ യേശുവുമായിട്ട് ഒരുമിച്ച് താമസിച്ചു. അതിനുശേഷമായിട്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിന് മാറ്റമുളവായി, അല്ലെങ്കിൽ വലിയ രൂപാന്തരത്തിന് കാരണമായി തീർന്നു. He was reminded of his corruption in his professional life. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അഴിമതികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഉടനടി തനിക്ക് ബോധ്യമുണ്ടായി. He started taking decisions to correct all the corruptions in his life. ആ അഴിമതികൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ തീരുമാനവും തനിക്ക് ഉടനടി എടുക്കാൻ സാധിച്ചു. So when you know Jesus in a deeper level, you will be sanctified, you'll be cleansed, you'll be starting leading a holy life, because that nature of the Lord Jesus will be imparted into your personal life. ഓർക്കുക, യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിയുന്ന ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ പാപത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകുകയാണ്, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. ആ ബോധ്യം നിങ്ങളെ പാപരഹിതമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള, വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. I believe this message series is going to have an impact, a great impact, a revolutionizing impact in your personal life. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം, വിപ്ലവകരമായ ഒരു രൂപാന്തരത്തിന് മാറ്റമുളവാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So when Jesus started his public ministry, immediately his fame spread
all across the nations. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെക്കുറിച്ചുള്ള ശ്രുതി നാട്ടിലെങ്ങും പരന്നു. When we come to John chapter 12, ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് verse വന്നാൽ number 20, അതിന്റെ 20-ാമത്തെ വചനം. you can open your Bibles and read, and you can also write down the important things every day. അതും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബൈബിളുകൾ തുറന്ന് നിങ്ങൾക്കത് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുക്കണം എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. John chapter 12 and verse number 20. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ വചനം. Now, there were some Greeks among those who went up to worship at the festival. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. They came to Philip, who was from Bethsaida in Galilee, with a request. Sir, they said, we would like to see Jesus. 21-ാമത്തെ വചനം. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്നപേക്ഷിച്ചു. Verse number 22, Philip went to tell Andrew, and Andrew and Philip in turn told Jesus. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു, അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. So what is happening here? ഇവിടെ എന്താണ് There സംഭവിക്കുന്നത്? was a festival going on in Jerusalem, യെരുശലേമിൽ ഒരു പെരുന്നാൾ നടക്കുകയാണ്. and so many people had landed up there to be a part of this great festival. അത് മാത്രമല്ല ഈ പെരുന്നാളിൽ ഭാഗവാക്കാക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. And there were some Greek people there. അത് മാത്രമല്ല ചില യവന്മാരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. And because of the fame of Jesus, even though they had come to be a part of this festival, in between they wanted to get an appointment with the Lord Jesus. എന്നാൽ അവർ ഈ ഒരു പെരുന്നാളിന്റെ ഭാഗമായി തീരുവാനാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിലും യേശുവിനെ കുറിച്ചുള്ള ശ്രുതി അവർ കേട്ടിട്ടുള്ളത് കൊണ്ട് യേശുവിനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. Somehow they contacted Philip, one of the 12 disciples. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിട്ടുള്ള ഫിലിപ്പോസിനെ അവരെങ്ങനെയോ സമീപിച്ചു. And Philip informed this to Andrew. ഫിലിപ്പോസ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം അന്ത്രയോസിനോട് പറഞ്ഞു. Andrew is known as the introducer. അന്ത്രയോസ് സാധാരണ പരിചയപ്പെടുത്തുന്ന, മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനാണ്. Because it was Andrew himself who brought his brother Peter to Jesus. കാരണം അന്ത്രയോസ് ആണല്ലോ പത്രോസ് എന്ന് പറയുന്ന തന്റെ സഹോദരൻ യേശുവിന്റെ അടുക്കിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. And here also, together with Philip, Andrew is now leading a group of a team of Greeks to the Lord Jesus. ഇപ്പോൾ ഫിലിപ്പോസിനോട് കൂടെ ചേർന്നിട്ട് അന്ത്രയോസും ഒരു കൂട്ടം യവനന്മാരെ, ഗ്രീക്കുകാരെ യേശുവിന്റെ അടുക്കിലേക്ക് നയിക്കുകയാണ്. And when they came, Jesus spoke so many things, great revelations about his crucifixion and other things. എന്നാൽ ഇവർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ, തൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട ഒത്തിരി സത്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. So what I'm trying to say is that people from the east, people from Samaria, people from Greece, all of them wanted to know Jesus. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കിഴക്ക് നിന്നിട്ടുള്ള ആളുകൾ, ശമരിയിൽ നിന്നിട്ടുള്ള ആളുകൾ, അതുപോലെ ഗ്രീക്ക് കാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ യേശുവിനെ കുറിച്ച് അറിയുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. So people all over the world, even today, they want to know Jesus. They have heard about Jesus. They have heard about Jesus, but they want to know Jesus in a deeper level. ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും യേശുവിനെ കുറിച്ച് കേൾവി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം യേശുവിനെ കൂടുതൽ അറിയുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. I know you want to know Jesus more. നിങ്ങളും ഇതുപോലെ തന്നെ യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. I want to know Jesus more. എനിക്കും യേശുവിനെ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. Let's conclude with 1 John chapter 1. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിലെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Verses 1 to 4. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. John is now writing. ഇപ്പോൾ യോഹന്നാനാണ് എഴുതുന്നത്. That which was from the beginning, which we have heard, which we have seen with our eyes, which we have looked at, and our hands have touched, this we proclaim concerning the word of life. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. Here John is saying they had a privilege to know Jesus personally
intimately. ഇവിടെ യോഹന്നാൻ പറയുന്നത് അവർക്ക് യേശുവിനെ വ്യക്തിപരമായിട്ട് അറിയുവാനും ഇടപഴകുവാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. They saw the Lord Jesus with their own naked eyes. അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർക്ക് യേശുവിനെ കാണാൻ സാധിച്ചു. And they looked at him for 3.5 years. അത് മാത്രമല്ല 3.5 വർഷത്തോളം അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ അവർക്ക് സാധിച്ചു. Maybe John had a chance to know Jesus better than others because John was Jesus' cousin also in a way. ഒരു പക്ഷേ യോഹന്നാന് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് യേശുവുമായിട്ട് ഇടപഴകുവാനുള്ള അവസരം ലഭിച്ചു കാണും. കാരണം യേശുവിൻ്റെ ഒരു കസിനായിരുന്നു യോഹന്നാൻ. And John says, with their own hands they touched the Lord Jesus. യോഹന്നാൻ പറയുന്ന അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് അവർക്ക് യേശുവിനെ തൊടുവാൻ സാധിച്ചു. Now he says in verse number 2 that life appeared, we have seen it and testify, and we have seen it and testify to it, and we proclaim to you the eternal life which was with the Father and has appeared to us. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. We proclaim to you what we have seen and heard, so that you also may have fellowship with us, and our fellowship is with the Father and with his Son Jesus Christ. മൂന്നാമത്തെ വചനം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. We write this to make our joy complete. നാലാമത്തെ വചനം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. So in the Gospels and in the epistles written by the disciples, the founding disciples of the Lord Jesus, we can read and we can understand the eyewitness testimony about the life, the ministry of the Lord Jesus. യേശു കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ അല്ലെങ്കിൽ ആദ്യകാല ശിഷ്യന്മാർ, അടിസ്ഥാന അപ്പസ്തോലന്മാർ എന്ന് വിളിക്കാവുന്ന ഇവരുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ഇടപഴകലിലൂടെ സംഭവിച്ച ഓരോ കാര്യങ്ങൾ സുവിശേഷങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് പോലെ തന്നെ യേശുവിനെ തൊടുവാനും അവനിൽ നിന്ന് കേൾക്കുവാനും ഒക്കെയുമുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. So we will continue this study tomorrow. അതുകൊണ്ട് ഈ ഒരു പഠനം നമ്മൾ നാളെയും തുടരുന്നതായിരിക്കും. So don't miss any single episode. ഒരു എപ്പിസോഡ് പോലും നിങ്ങൾക്ക് മുടങ്ങി പോകരുത്. And if you think you are blessed with this study, just forward these teachings to others. നിങ്ങൾക്ക് ഈ ഒരു പഠനം അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഫോർവേഡ് ചെയ്തു കൊടുക്കുക. You can also sponsor these episodes. ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. And let's thank the Lord for today's study. ഇന്നത്തെ ഈ ഒരു പഠനത്തിനായി കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. Father, we thank you for helping us to know more about your life, and we thank you for helping us to be a part of this Bible study, Lord. കർത്താവെ, അങ്ങയെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനും ഈ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായി തീരുവാനും ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Right now, Father, I pray that you may heal the sick people. കർത്താവെ, ഇപ്പോൾ അങ്ങ് രോഗികളെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. All kinds of arthritis be healed in Jesus' name. എല്ലാ തരത്തിലുള്ള സന്ധിവാതവും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. കർത്താവേ, There is a person who is watching us and you have some problem related to hemoglobin in your blood. ഇപ്പോൾ ഹീമോഗ്ലോബിൻ, ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തി ഇതിപ്പോൾ കാണുന്നുണ്ട്. And a supernatural healing is coming upon you. അസാധാരണമായ ഒരു സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ ഇത് വന്നു And വീഴുകയാണ്. some others also are getting healed right now. You have severe skin diseases. അത് മാത്രമല്ല മറ്റു ചില ആളുകൾ കൂടെ ഈ കൂട്ടത്തിൽ സൗഖ്യമാകുന്നു. ചിലരുടെ ത്വക്ക് രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. And whatever your diseases, you can stretch forth your hands and receive healing now. ഈ സമയത്ത് നിങ്ങളുടെ രോഗം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ സൗഖ്യത്തെ പ്രാപിച്ചെടുത്താലും. Father, Lord, in your name,
I release healing for your people. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ ജനത്തിന്റെ മേൽ സൗഖ്യമുണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And thank you for giving children to childless couples. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവേ കുഞ്ഞുങ്ങൾ പിറക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And I pray for breakthroughs and deliverance that they require in many areas of life. അവരുടെ ജീവിതത്തിൽ വിടുതലുകളും അനുഗ്രഹങ്ങളും ആവശ്യമായ ഇടത്തെല്ലാം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. Tomorrow we'll meet again. നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. God bless you all. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ, സ്തുതിക്കുന്നു ഞാൻ, സ്തുത്യൻ തന്നാഥൻ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുദ്ധം. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുദ്ധം. മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, ഓ യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഓ യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ, എന്റെ കോട്ടയും നീ, എന്റെ കോട്ട